ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഗ്ചി ഇന്നലെ രാത്രി തന്നെ ഇസ്ലാമാബാദിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ സംഘമായിട്ടുള്ള ജെറാഡ് കുഷ്ണർ അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിനെയും ട്രംപ് ഇസ്ലാമാബാദിലോട്ട് അയച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരെയും കൂടെ അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തോട്ട് വരുന്നുണ്ട്. ഇതൊന്നുമല്ല കോമഡി. അബ്ബാസ് അറാഗ്ചി അല്ലെങ്കിൽ IRGCയുടെ തന്നെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ട്രംപിനോട് ആളെ വിടാൻ. ഞങ്ങൾ ട്രംപിൻ്റെ ആൾക്കാരെ കാണാനോ ചർച്ചക്കോ അല്ല അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ മധ്യേഷ്യയിൽ നടക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളെക്കുറിച്ചും ഇപ്പം ഈ ഹോർമോസ് അടച്ചിട്ടുണ്ട്, വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇതിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും യുദ്ധത്തിൻ്റെ മറ്റ് ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യാനാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒമാൻ നേരെ റഷ്യയിലോട്ടുമാണ് പോകുന്നത്. എന്തിനാണ് ഈ പറഞ്ഞ അമേരിക്കക്കാർ കെട്ടും കെട്ടി അങ്ങോട്ട് വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു വല്ലാത്ത പ്രസ്താവനയും ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ കാണാം. രസകരമായിട്ടുള്ള കണക്ഷൻസും അപ്ഡേറ്റുകളും നമുക്കൊന്ന് കാണാം. അബ്ബാസ് അറാഗ്ചി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ എത്തിയിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ ഫോട്ടോസും ന്യൂസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് അബ്ബാസ് അറാഗ്ചിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് ജെറാഡ് കുഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫിനെയും ഇസ്ലാമാബാദിലേക്ക് അയച്ചതായിട്ട് ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനിയൻ വിദേശകാര്യ മന്ത്രിയും അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ടുള്ള വാർത്താ ഏജൻസികളായിട്ടുള്ള തസ്നീം ഫാസ് ന്യൂസുകളിൽ ഈ വാർത്ത ഉടനടി നിഷേധിച്ചിട്ടുണ്ട്. കാരണം ഒരു സാഹചര്യത്തിലും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ സന്ദേശം പാകിസ്ഥാനുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കും അതിനെ തുടർന്ന് ഒമാൻ, റഷ്യ എന്നീ രാജ്യങ്ങളിലോട്ടുള്ള യാത്രയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് എന്നാണ് ഇറാൻ്റെ വിദേശകാര്യ വക്താക്കൾ ഇപ്പം പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നുള്ളത് ട്രംപിന് പോലും അറിയില്ല. ഏതായാലും അമേരിക്കയുടെ നിലപാട് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നേരിട്ടുള്ള ചർച്ചയ്ക്കായിട്ടാണ് ഇറാൻ തങ്ങളെ സമീപിച്ചുവെന്നും അതിനാൽ കുഷ്ണറെയും അതുപോലെ തന്നെ വിറ്റ്കോഫിനെയും അയക്കുന്നു എന്നാണ് കരോളിൻ ലെവിറ്റ് അവകാശപ്പെട്ടിട്ടുള്ളത്. അതായത് അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് തരണം, അബ്ബാസ് അറാഗ്ചിയുമായിട്ട് സംസാരിക്കാൻ ഞങ്ങളെക്കൊണ്ട് യുദ്ധം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, യുദ്ധക്കൊതിയനായിട്ടുള്ള നെതന്യാഹു ചുണ്ടലി കിട്ടുന്ന ചാൻസിൽ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ അടിച്ചു മാറ്റി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടിയാണ്, ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും നിങ്ങൾ യുദ്ധം നിർത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ അങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും ഇവരുമായിട്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ട്രംപ് ഭരണകൂടവുമായിട്ട് യാതൊരു രീതിയിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ പദ്ധതിയിട്ടിട്ടില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ കള്ളം പ്രചരിക്കുകയാണ് എന്നും കൂടെ ഇറാൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പരിഹസിച്ചുകൊണ്ടും ഇറാൻ്റെ ദേശീയ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള വീഡിയോകളും സന്ദേശങ്ങളുമാണ് ഇറാൻ ഇപ്പം പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഈ പരിപാടി ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഓക്കെ ആണെങ്കിൽ, ഞങ്ങൾക്ക് മേലുള്ള സൈനിക ഉപരോധങ്ങൾ നീക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം തുടങ്ങിക്കും, ഞങ്ങൾ ഏതായാലും റെഡിയാണ് എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള വക്താക്കളുടെ ഇറാൻ അതിനുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും വല്ലാത്തൊരു പെടലാണ് അതായത് ആപ്പിൻ്റെ ഇടയിൽ ബോൾസ് തുടങ്ങിയ അവസ്ഥയാണ് ഇപ്പം ഈ ട്രംപിൻ്റെ കൂട്ടരുതും. ഇനി മറ്റ് ചില ഡീറ്റെയിൽസ് ഇന്നലത്തെ നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാളുകളെ ഇറാൻ ഇന്നലെ പൊക്കിയതാണ്. 2 മൊസാദ് ഏജൻറ്റുമാരാണ്. അതായത് പ്രതിരോധ സംവിധാനങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും മറ്റ് വിവരങ്ങളും ചോർത്തിക്കൊണ്ട് ഈ മൊസാദിന് കൈമാറിക്കൊണ്ടിരിക്കുന്ന 2 മൊസാദി ഭീകരരെ ഇറാനിൽ ഇന്നലെ പിടിച്ചതാണ്. അതായത് പ്രതിരോധ സംവിധാനങ്ങളെ വിവരങ്ങൾ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ശൃംഖലയെ മൊത്തം തകർത്തു എന്നാണ് ഇറാൻ ഇപ്പം പുറത്തോട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്. ഏകോപിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. തുടർച്ചയായ നീക്കങ്ങൾക്കൊടുവിൽ മൊസാദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന 2 ശൃംഖലയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ചില ആളുകളുടെ സംസാരങ്ങളും അവരുടെ വീഡിയോ ക്ലിപ്പുകളുമാണ് ഈ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഇൻ്റലിജൻസ് വിഭാഗത്തിലെ ഇമാം അൽ സനാം എന്ന് പറഞ്ഞിട്ടുള്ള അജ്ഞാത സൈനികർക്ക്, അൺനോൺ സോൾജർ ഓഫ് ഇമാം അൽ സമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർക്കാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്ന മറ്റ് പല സ്പൈകളുടെ സഹായത്തോടും കൂടിയാണ് ഇത്തരത്തിലുള്ള മൊസാദ് ഏജൻറ്റുമാർ ഇപ്പോൾ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ എന്നുള്ളൊരു ന്യൂസ് ഇന്നലെ IRGCയുടെ സൈഡിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് മുസ്തഫ അലി കാംനയുടെ സൈനിക ഉപദേഷ്ടാവും മുൻ IRGC കമാൻഡറുമായിട്ടുള്ള മൊഹസൻ റസായുടെ ഒരു പ്രസ്താവനയാണ്. നിലവിൽ പേർഷ്യൻ ഗൾഫിലെ മേഖലയിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിന് പ്രതിഫലനമാണ് ഈ ഒരു പ്രസ്താവന എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധത്തെയും ട്രംപ് ഭരണകൂടത്തിൻ്റെ സൈനിക നീക്കങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടിട്ടുള്ള പ്രസ്താവനയാണ് ഇത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം വരാൻ പോവുകയാണ്. അതായത് പേർഷ്യൻ ഗൾഫ് മുതൽ ഒമാൻ കടൽ വരെയുള്ള മേഖലയിൽ അമേരിക്കയുടെ സൈനിക ശക്തി കംപ്ലീറ്റ്ലി പരാജയപ്പെടാൻ പോവാണ് ബാക്കിയുള്ളത്. അത് തകർന്നു വീഴുന്ന ശബ്ദം ലോകം മുഴുവൻ കേൾക്കാൻ
റെഡി ആയിട്ടിരിക്കണം എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ കപ്പലുകൾ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ഭയപ്പെടുകയാണെന്നും ഇതിന് ഇറാൻ്റെ പക്കൽ നിന്നും ഇനിയും പുറത്ത് എടുക്കാത്ത പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടെന്നും ആവശ്യം വേണ്ടി വന്നാൽ ഇത് മറ്റൊരു തലത്തിലോട്ട് യുദ്ധം മാറുകയാണെങ്കിൽ ഞങ്ങൾ അതും പുറത്തെടുത്ത് അമേരിക്കൻ കപ്പലുകളെ ഈ ഹോർമോസിൽ മുക്കിക്കളയും എന്നാണ് ഇറാൻ്റെ ഈ ഒരു എന്താ പറയുക ഖാംനയുടെ, അതായത് മുസ്തഫ അലി ഖാംനയുടെ ഉപദേഷ്ടാവ് ഇന്നലെ വൈകിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്നലെ വെടിനിർത്തൽ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലബനോനിലോട്ട് ഹെസ്ബുള്ള, അതായത് ഇസ്രായേലികളുടെ UAV പോലത്തെ മറ്റ് പലതരത്തിലുള്ള ഡ്രോണുകളും, അതായത് ഹെർമസ് 450 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രൈക്കർ ഡ്രോണുകൾ അടക്കമുള്ള ഏകദേശം 10-ലധികം ഡ്രോണുകളാണ് ഇന്നലെ മാത്രം ഹെസ്ബുള്ളയുടെ ആളുകൾ വെടിവെച്ചിട്ടത്. അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഒരുപാട് ഫോട്ടോസും പുറത്ത് വന്നിട്ടുണ്ട്. അതായത് അങ്ങോട്ട് കയറി വന്നിട്ടുള്ള സകല ഡ്രോണുകളും ഇവർ വെടിവെച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ് അവസ്ഥ ഇസ്രായേലിൻ്റെ നമുക്ക് മനസ്സിലായി. ഇസ്രായേൽ ഇതുവരെ അങ്ങ് പിടിച്ചെടുക്കുക, ഹെസ്ബുള്ളിനെ തീർക്കുക എന്നും പറഞ്ഞു പോയിട്ട് അവിടുത്തെ പാവങ്ങളെ കൊല്ലുക എന്നല്ലാണ്ട് ഇവന്മാരുടെ കുറേ പട്ടാളക്കാരും കുറേ സോൾജേഴ്സ് ആയിട്ടുള്ള ഇച്ചിരി പോകുന്ന പിടുങ്ങുകൾ ചത്തൊടുങ്ങി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ട്. അവന്മാരെ എടുത്തുകൊണ്ട് പോകുന്ന ഹെലികോപ്റ്ററുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതും ഒരു വഴിയിൽ നമ്മൾ ഇന്നലെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളാണ്. ഇനി മറ്റൊരു വാർത്ത കാണിക്കാനുള്ളത് ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസിൽ അവിടെ നമ്മുടെ US പ്രസിഡന്റ്, അതായത് ചെന്നിക്കിളവൻ ഉറങ്ങിപ്പോയതാണ്. തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ടേ ഉറക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോകുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ നമ്മൾ കണ്ടത്. ദിസ് ഫോട്ടോ ഷുഡ് ബി ഓൺ ദ ഫ്രണ്ട് പേജ് ഓഫ് എവറി സിംഗിൾ ന്യൂസ് പേപ്പർ ഇൻ അമേരിക്ക ടുഡേ എന്നും പറഞ്ഞിട്ട് ജോ കൂപ്പർ പോലത്തെ ആളുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സംസാരത്തിൻ്റെ ഇടയിൽ ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പുറത്തുള്ള മറ്റ് എന്താ പറയുക ഉദ്യോഗസ്ഥരോടായ സമയത്ത് പുള്ളി കിടന്ന് ഉറങ്ങുന്ന ഒരു വീഡിയോ, അത് അമേരിക്കയിലാണ് സ്പ്രെഡ് ആയിട്ട്, ഇവിടെ ഒന്നുമല്ല, അമേരിക്കയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഫോട്ടോ ക്ലിപ്പുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ യുദ്ധത്തിൻ്റെ കാര്യത്തിനെ പറ്റി പറയാനാണെങ്കിൽ. പക്ഷേ ഒരേ സമയത്ത് തന്നെ ഒരുപാട് ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളും, ഒരുപാട് പേരുടെ മരണത്തിനും ഒരുപാട് പേരുടെ പരിക്കിനും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ബിസിനസ് ബുദ്ധിമുട്ടുകൾക്കും എല്ലാം യുദ്ധം ഒരു കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എങ്കിലും ചില യുദ്ധങ്ങൾ അനിവാര്യമാവുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അല്ലെങ്കിൽ ഇല്ലാത്ത യുദ്ധങ്ങളിലോട്ട് ആളുകളെ വലിച്ചഴിച്ചിട്ടിട്ട് അവസാനം ഞങ്ങൾ ജയിച്ചേ, ഞങ്ങൾ തോറ്റേന്ന് പറയുന്നതിന് പറഞ്ഞ് ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞ അവസ്ഥയാണ് യുദ്ധത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ അപ്ഡേറ്റിൽ നമുക്ക് കാണാം.